സുജിത്ത്, ആ ദൃശ്യങ്ങളിൽ കാണാം ആന അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? ഇനിയാണ് ആശങ്കയുടെ നിമിഷങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത്ര നേരം സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു, ജനങ്ങൾക്കും സുരക്ഷിതത്വം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ആന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക്, വീടുകൾക്ക് സമീപത്തേക്ക്, പ്രധാനപ്പെട്ട പാതയ്ക്ക് അരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. KSRTC ഗ്യാരേജിനടുത്തുള്ള ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നീങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കാണുന്നത്. ആന നേരത്തെ ഇത്ര സമയം അത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലാണ് നിലയുറപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും ജനവാസ മേഖലയാണിത്. ആ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനയുടെ സാന്നിധ്യമുള്ളത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. അത് ചലിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറിയാൽ ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം ചെറുതല്ല. അതിവിടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ചുറ്റും ആളുകളുണ്ട്. എല്ലാവരെ സംബന്ധിച്ചും ആശങ്കയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലേക്ക് ഇറങ്ങിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം തന്നെയാണ് ഏവരുടെയും ഭയം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കാട്ടാന ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ച, അതായത് പ്രദേശത്ത് ചതുപ്പ് നിറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്ററോളം അകലെയുള്ള ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ റിബിൻ കൃത്യമായ രീതിയിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ആന പതുക്കെ അവിടെ നിലയുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. 8 മണിക്കൂറിലധികമായി കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടായിട്ട് ഇതുവരെയും മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വന്നിട്ടില്ല. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജീപ്പ്, ഡാർട്ടിംഗ് ടീം എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. എന്തായാലും ആന ഇവിടെ നിലയുറപ്പിക്കുന്ന ഡാർട്ടിംഗ് ടീം, മയക്കുവെടി വെക്കുന്ന സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RRT സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആളുകളോട് മാറാനുള്ള നിർദ്ദേശം നൽകുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തായാലും മയക്കുവെടി വെക്കുകയല്ലാതെ ആനയുടെ തൊട്ടടുത്ത് ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ടല്ലോ. അത് ഈ വനപാലക സംഘമാണോ അതോ നാട്ടുകാരാണോ സുജിത്ത? തൊട്ടടുത്ത് ഒരു കൂട്ടം ആളുകളെ കാണാമല്ലോ. തൊട്ടടുത്ത് കാണുന്നതെല്ലാം തന്നെ വനപാലക സംഘമാണ്. വനപാലക സംഘം, ഡാർട്ടിംഗ് ടീം, RRT ടീം എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ, കാട്ടാന ജനവാസ മേഖലയിൽ ചതുപ്പ് നിലത്തിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി തന്നെ ആനയെ കാണാൻ കഴിയും. ചുറ്റുഭാഗവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ മയക്കുവെടി വെക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. അത് മണ്ണ് ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞും അങ്ങനെ നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ മുൾമുനയിലാഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാനന്തവാടി നഗരപ്രദേശത്ത് തന്നെ ഈ കാട്ടാനയുടെ സാന്നിധ്യം കാണുന്നത്. കാട്ടാനയുടെ ആ കാഴ്ചയാണ്, കൊമ്പൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അത് ഇവിടെ നിന്നും ഒരു പ്രധാനപ്പെട്ട പാതയിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം ചെറുതാകില്ല. ഒരുപക്ഷെ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഏതാനും വാഴകൾ മാത്രമാണ് തിന്നിട്ടുള്ളത്. പക്ഷേ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഈ പ്രതിസന്ധി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള പോംവഴി മാത്രമാണ് വനം വകുപ്പിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ അത് നടപ്പാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവർ വളഞ്ഞിട്ടുണ്ട് ഈ പ്രദേശം. പക്ഷേ മയക്കുവെടി വെക്കാൻ ഇനിയും വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ തിരിച്ച് അത് നേരത്തെ നിന്നിരുന്ന ആ വഴിയിലൂടെ തന്നെ കടന്നു വരാനുള്ള സാധ്യത, അതായത് നേരത്തെ നിന്നിരുന്ന ആ പ്രദേശത്തു കൂടി തന്നെ വരാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അത് തിരിച്ച് അതേ വഴിയിൽ തന്നെ തിരിച്ച് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആനയുടെ ദൃശ്യങ്ങൾ കുറെ കൂടി വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് സുജിത്ത്, ഇപ്പോൾ കുങ്കിയാനകൾ കൂടി അവിടേക്ക് എത്തുന്നു. സുജിത്ത്, ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. കുങ്കിയാനകളെ കൂടി അവിടേക്ക് എത്തിക്കുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ വായിച്ചിരുന്നു. സജോ, ഇത് ഏതൊക്കെ കുങ്കിയാനകളാണ് സജോ? ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ സജോ കേൾക്കാമോ? സജോയിലേക്ക് എത്താം. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ തുടരുന്നുണ്ട്. സുർജിത്ത്, അങ്ങനെ ജനവാസ മേഖലയിൽ നിന്ന് ആ കാട്ടാനയെ
മാറ്റേണ്ടതുണ്ട്. അതിനായി കുങ്കിയാനകളുടെ സഹായം കൂടി തേടുന്നു. കുങ്കിയാനകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ശ്രുതിത്ത്, ആന ഇതാ തൊട്ടടുത്ത് വന്ന് ആന നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നാണ് വന്നത്. ആളുകളെല്ലാം തന്നെ മാറി ഭയചകിതരാണ് ആളുകളെല്ലാം. എന്തായാലും കാട്ടാന നമുക്ക് മുന്നിലൂടെ ഇതാ പോകുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ച് പ്രതിസന്ധിയുണ്ട്, ആളുകൾ ആശങ്കയുണ്ട്. എന്തായാലും ആന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടിന് തൊട്ടടുത്തായി ആന നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന് സമീപത്തായി ഒരു റോഡുണ്ട്. നേരത്തെ ആ റോഡിലൂടെ അല്പം നടന്നു നീങ്ങിയ ആന പ്രധാന പാതയ്ക്ക് തൊട്ടരികിലെത്തി. അവിടെ നിന്ന് വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഒരു വീടിന് മുന്നിലൂടെ ആന ഇപ്പോൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ നിലയുറപ്പിച്ച മേഖലയിലേക്ക് തന്നെ അത് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വനപാലക സംഘമുണ്ട്. അവർ ആനയെ അവിടെ നിന്ന് പതുക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. കുങ്കിയാനകൾ ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനയെ പ്രകോപിപ്പിക്കരുത് എന്ന് വനപാലകർ ഇപ്പോൾ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ എത്തിയ സ്ഥലത്തേക്ക് തന്നെ ആന വീണ്ടും മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാനന്തവാടിയിലെ പ്രധാന പാതയ്ക്ക് തൊട്ടരികിൽ KSRTC ഗ്യാരേജിന് തൊട്ടടുത്ത് വരെ ആന എത്തിയിരുന്നു. അവിടെ നിന്ന് തിരികെ നടക്കുകയായിരുന്നു. ഇപ്പോൾ കുങ്കിയാനകളെ കൂടി അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 8 മണിക്കൂർ പിന്നിടുന്നു ഈ കാട്ടാന മാനന്തവാടി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിയിട്ട്. ഇതിനെ നേരത്തെ കർണാടകയിലെ ഹാസനിൽ നിന്ന് കാട് കയറ്റിയ ആനയാണ്, റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അങ്ങനെ കാട് വഴി എത്തപ്പെട്ടതാണ്. പക്ഷേ മാനന്തവാടി ടൗൺ മേഖലയ്ക്ക് തൊട്ടടുത്തൊന്നും കാടില്ല. 10-12 കിലോമീറ്റർ അകലെ എത്തണം കാടുള്ള പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ കാട് കയറ്റുമെന്നുള്ള ചോദ്യമുണ്ടായി. ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ജില്ലാ കളക്ടർ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനവാസ മേഖലയിലായതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ആനയെ കിട്ടാത്തത് കൊണ്ട് അതിനും സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ചെറിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കുങ്കിയാനകളെ കൂടി ഈ ദൗത്യത്തിനായി അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ആനയെ അവിടെ നിന്ന് മാറ്റണം, ആശങ്ക അകറ്റണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പോഴും ശാന്ത സ്വഭാവത്തിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത്. അങ്ങനെ കാര്യമായ പരാക്രമത്തിനൊന്നും മുതിരുന്നില്ല. വാഴയും 1-2 തെങ്ങുകളും ഒക്കെ അവിടെ നിന്ന് പിഴുതെറിയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും അത് വലിയ പരാക്രമത്തിലേക്കൊന്നും കടക്കുന്നുമില്ല. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് അകറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കുങ്കിയാനകൾ അവിടേക്ക് എത്തിക്കുന്നത്. ആനയെ RRT സംഘം വളഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെച്ച് അതിനെ മാറ്റുക എന്നുള്ള ദൗത്യത്തിലേക്ക് അവർ കടക്കുമോ, അതെങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യം ഈ മണിക്കൂറിലും ഉയരുന്നുണ്ട്.